ട്രെൻഡിയും ഫാഷനബിളുമായുള്ള വസ്ത്രങ്ങൾ 100% ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അറ്റ്ലസ് ഫാഷനിൽ നിന്നും ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ. കൈ നിറയെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കാം. അറ്റ്ലസ് ഫാഷൻ, മിനർവ പടി, നിലമ്പൂർ. RSSന്റെ കുട്ടിപ്പട്ടാളമായിട്ടാണ് ഇപ്പോൾ ഡൽഹി പോലീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് പറഞ്ഞു. കാളികാവിൽ സഖാവ് കുഞ്ഞാലി രക്തസാക്ഷി ദിനാചരണ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലായിടത്തും ആക്രമണം നടത്തുന്ന RSS തലസ്ഥാനത്ത് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ മുട്ടിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നതെന്നും ശിവപ്രസാദ് പറഞ്ഞു. ഡൽഹി പോലീസ് അവിടെ എത്തിയത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് RSSന്റെ കുട്ടിപ്പട്ടാളമായിട്ടാണ് ഇപ്പോൾ ഡൽഹി പോലീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാം ഡൽഹിയിലുണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലത്തേക്ക് പോലും എത്തിപ്പെടാൻ ഇന്ന് രാജ്യത്തെ മനുഷ്യർക്കാവുന്നില്ല. 4, 5, 6 ചെറുപ്പക്കാർ, അവർ ചെറുപ്പക്കാരാണെങ്കിൽ അവർ ഒരുമിച്ചാണ് ഡൽഹിയിൽ കൂട്ടമായി നടക്കുന്നതെങ്കിൽ ആ കൂട്ടമായി നടക്കുന്ന ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് ഡൽഹി പോലീസ് കടന്നു ചെല്ലുകയാണ്. നിങ്ങൾ എന്തിനു ഡൽഹിയിലേക്ക് വന്നു? നിങ്ങൾ എന്തിനു ഒരുമിച്ച് നടക്കുന്നു? നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? രാജ്യത്തിന്റെ തലസ്ഥാനത്ത് സമാധാനവും സ്വസ്ഥമായി ചെറുപ്പക്കാർക്ക് നടക്കാൻ കഴിയാത്തതിലേക്ക് രാജ്യത്തിന്റെ ഭരണാധികാരികൾ മറങ്ങലിച്ച് പേടിച്ചു പോയിരിക്കുന്നു. ഒരു വിദ്യാർത്ഥി നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു പട ഇരച്ച് ഇരമ്പിയാർക്ക് AKG ഭവനിലേക്ക് ചെല്ലുകയാണ്. എന്താ IC ഘോഷ് ചെയ്ത തെറ്റ്? JNUവിന്റെ ചെയർപേഴ്സണായിരിക്കുമ്പോൾ RSSകാരെ JNUവിലേക്ക് കടത്തിവിട്ടിട്ടില്ല IC നേതൃത്വം കൊടുക്കുന്ന സർക്കാർ. അന്ന് മുതൽ ICയോട് രാജ്യത്തെ RSSന് വൈരാഗ്യമാണ്. നേരിട്ട് വല്ലാതെ നിരവധി അക്രമങ്ങൾ IC ഘോഷിനെതിരെ RSS ഇപ്പൊ തന്നെ നടത്തിക്കഴിഞ്ഞു. എണ്ണമറ്റ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ഡൽഹി പോലെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട തലസ്ഥാനത്ത് വിദ്യാർത്ഥിപക്ഷ പോരാട്ടങ്ങൾ ഏറ്റെടുത്ത് ഇന്നും ICയും SFI സഖാക്കളും വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഐതിഹാസികമായ വിദ്യാർത്ഥി പ്രക്ഷോഭം ഡൽഹിയിൽ നടക്കുമ്പോ ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ സമര നേതൃത്വമായി തലസ്ഥാനത്ത് SFI സഖാക്കൾ ഉണ്ടായിരുന്നു. 21ാമത്തെ ദിവസം നിരാഹാരം അനുഷ്ഠിച്ച സോനം വാങ്ചുക്കിനെ അപ്രതീക്ഷിതമായി സമരവേദിയിലേക്ക് കടന്നു കയറി പിടിച്ചുകൊണ്ടുപോകുമ്പോ ആ പിടിച്ചുകൊണ്ടുപോയ ഡൽഹി പോലീസിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും നടപടിക്കെതിരെ അതിശക്തമായി പ്രതികരിച്ച് നിരാഹാരം വിലക്കാൻ SFI അഖില ഇന്ത്യ പ്രസിഡന്റ് IC ഘോഷും ആ സമരവേദിയിൽ ഉണ്ടായിരുന്നു. ഇതാണ് RSSനെ ഭയപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് RSSനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾ രാജ്യത്തെ ഭരണാധികാരികളെ വിറപ്പിക്കുമ്പോ, വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന് മുന്നിൽ രാജ്യത്തെ ഭരണാധികാരികൾ ഉറങ്ങിച്ച് പോകുമ്പോൾ, നിശബ്ദരായി പോകുമ്പോ അവരെ പിടികൂടാൻ, കീഴ്പ്പെടുത്താൻ, എങ്ങനെയും അറസ്റ്റ് ചെയ്ത് ജയിലിനകത്ത് അടയ്ക്കണമെന്ന് RSS തീരുമാനിച്ചിരിക്കുന്നു. ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നു. പലപ്പോഴും നമ്മൾ RSSന്റെയും ഫാസിസ്റ്റുകളുടെയും അക്രമോത്സുകമായ മുഖമാണ് കണ്ടിട്ടുള്ളത്. എവിടെയും വർഗീയ കലാപങ്ങൾ, അക്രമങ്ങൾ അഴിച്ചുവിടുന്ന RSSനെയാണ് നാം എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. എന്നാൽ എല്ലായിടത്തും അക്രമത്തിന്റെ അക്രമോത്സുകമായ മുഖവുമായി കടന്നെത്തുന്ന RSS ഇന്ന് രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ മുട്ടിടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത്. വിദ്യാർത്ഥികൾ വിറപ്പിക്കുകയാണ്. 56 നെഞ്ചളവാണ് രാജ്യത്തെ ഭരണാധികാരികളുടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. 56 നെഞ്ചളവുള്ള രാജ്യത്തിന്റെ ഭരണകൂടം വിദ്യാർത്ഥികൾക്ക് മുന്നിൽ പേടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ഡൽഹിയിൽ നെട്ടോട്ടമോടുകയാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ സർവ്വമേഖലയും RSS വൽക്കരിച്ചു. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയെ പോലും വിശ്വ ഹിന്ദു പരിഷത്തിന് വേണ്ടി മാറ്റി. ദിവസങ്ങൾക്കകം സർവകലാശാലകൾ കാവ്യവൽക്കരിച്ചു. രാജ്യ തലസ്ഥാനത്ത് നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ തയ്യാറായപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിൽ SFI പ്രവർത്തകരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലടച്ചിരിക്കുകയാണെന്നും SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് ചൂണ്ടിക്കാട്ടി. SFI നേതാവ് IC ജോഷിനെ ഡൽഹി AKG ഭവനിൽ കയറി അറസ്റ്റ് ചെയ്യാനെത്തിയ സംഭവത്തിൽ അദ്ദേഹം ശക്തമായി പ്രതിഷേധിച്ചു. സഖാവ് കുഞ്ഞാലി ദിനത്തിന്റെ ഭാഗമായി കാളികാവിൽ ബഹുജന റാലിയും നടത്തി. N ഷംസീർ യോഗം ഉദ്ഘാടനം ചെയ്തു. കാളികാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം E പത്മാക്ഷൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ NM ഷഫീഖ്, CT സക്കരിയ, VP സജീവൻ, KT മുജീബ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ നൌഷാദ്, K ഫൈസൽ, P ഹസീന എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി ബ്രാഞ്ച് കേന്ദ്രങ്ങളിൽ പ്രഭാതവേദിയും പതാക ഉയർത്തൽ എന്നിവയും നടന്നു. വിവിധ മേഖലയിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.